എല്ലാവർക്കും കോട്ടയം ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഗീ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുതിർത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് ബിരിയാണി അരി, ഒരു ചെറിയ സവാള, ഏലക്ക 4 എണ്ണം, 4 ഗ്രാമ്പു, ബേ ലീഫ് 1 എണ്ണം, ചെറിയ കഷ്ണം കറുവപ്പട്ട. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഏലക്കായും ഗ്രാമ്പുവും കറുവപ്പട്ടയും ബേ ലീഫും ചേർക്കുക. ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് സവാള നല്ലതുപോലെ ട്രാൻസ്പെറന്റ് ആകുന്നതുവരെ വഴറ്റുക. ഈ സമയം കുതിർത്ത ബിരിയാണി അരി ചേർത്ത് അരിയൊന്ന് വറുത്തെടുക്കാം. അരി ഇപ്പോൾ വറന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 4 കപ്പ് വെള്ളം ചേർക്കണം. ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തത്, അതുകൊണ്ട് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ എണ്ണയും 1 നാരങ്ങയുടെ നീരും ഒഴിച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ അടച്ചുവെച്ച് ചെറിയ തീയിൽ 10 മിനിറ്റ് വേവിക്കുക. അരി നന്നായി വെന്തു വന്നിട്ടുണ്ട്. അരിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും സവാളയും ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഗീ റൈസ് റെഡി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും അടുത്ത കാണാൻ ആഗ്രഹിക്കുന്ന റെസിപ്പിയും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക.